ഗാന്ധി ജയന്തിയെ മറികടന്ന് RSS ജയന്തി. ഒക്ടോബർ 2 ഗാന്ധി ജയന്തി എന്നാണ് രാജ്യം നാളിതുവരെ പഠിച്ചത്. ഇക്കൊല്ലം അതിനേക്കാൾ ഔദ്യോഗികമായി ആഘോഷിക്കപ്പെട്ടത് മറ്റൊന്നാണ്. മാതൃഭൂമിയിൽ ഒക്ടോബർ 3 ഗാന്ധിജിയെപ്പറ്റിയല്ല പ്രധാനമന്ത്രിയുടെ ലേഖനം, RSSനെ പുകഴ്ത്തിക്കൊണ്ടുള്ളതാണ്. മാതൃഭൂമിയിൽ ഗാന്ധി ഒട്ടും ഇല്ലെന്നല്ല, വാർത്തകളുണ്ട് അങ്ങിങ്ങ്. ദോഷം പറയരുതല്ലോ, ഗാന്ധിജിയെപ്പറ്റി മുൻകൂറായി ഓർമ്മ ചിത്രങ്ങളും ലേഖനവും ചേർത്ത് ചടങ്ങ് കഴിച്ചിരുന്നു. മാതൃഭൂമി മാത്രമല്ല കളം മാറി തുടങ്ങിയിട്ടുള്ളത്. ഗാന്ധി ജയന്തിയേക്കാൾ വാർത്താ പ്രാധാന്യം ഗാന്ധി വധത്തിന് പിന്നിലെ പ്രത്യയശാസ്ത്രത്തിന് കിട്ടിത്തുടങ്ങി. ഗാന്ധി ജയന്തിയും RSS ജയന്തിയും ഒരുമിക്കുമ്പോൾ കാർട്ടൂണിസ്റ്റുകൾക്കെങ്കിലും അത് വിഷയമാകേണ്ടതായിരുന്നു. പക്ഷേ ചർക്ക തിരിക്കേണ്ട കൈകൾ തീക്കൊള്ളി കത്തിക്കുന്നു എന്ന അധ്വര്യു കാർട്ടൂണും RSSനെ നിരോധിച്ച സർദാർ പട്ടേലിന് RSS സ്റ്റാമ്പുള്ള പോസ്റ്റ് കാർഡ് അയച്ച സതീഷ് ആചാര്യ കാർട്ടൂണും ഒഴിച്ചാൽ വേറെ കണ്ടില്ല. സമൂഹ മാധ്യമങ്ങളിൽ 1945 ഒരു കാർട്ടൂൺ ചിലർ കുത്തിപ്പൊക്കി. നാഥുറാം ഗോഡ്സെ എഡിറ്ററായ അഗ്രാണി മാഗസിനിൽ വന്നത്. രാവണത്തലയിലെ ഗാന്ധിജി, നെഹ്റു, പട്ടേൽ, നേതാജി, അംബേദ്കർ, ആസാദ്, രാജാജി, രാജേന്ദ്ര പ്രസാദ് എന്നീ തലകളെ നിഗ്രഹിക്കുന്ന ചിത്രം. ഗാന്ധി ജയന്തിയേക്കാൾ ഗാന്ധി വധത്തിന് വാർത്താമൂല്യം കിട്ടുമ്പോൾ എന്ത് കാർട്ടൂൺ, എന്തിന് കാർട്ടൂൺ? വികസിത ഭാരതത്തിനായി ഗാന്ധി പാത പിന്തുടരും എന്ന മോദിയുടെ പ്രസ്താവനയുള്ളപ്പോൾ, അത് വലിയ വാർത്തയാകുമ്പോൾ വേറെ കാർട്ടൂൺ ആവശ്യമില്ല. രാഷ്ട്രീയവും രാഷ്ട്രീയക്കാരും മതി, അവരുടെ പ്രസ്താവനകളും ലേഖനങ്ങളും മതി ചിരിക്കാനും കരയാനും.